ഞാൻ ഇന്ന് രാവിലെ 8:11 വന്ന കോളാണ്. ഓരോ ദിവസം രാവിലെ പ്രഭാതം ഞാൻ കേട്ടുകൊണ്ടിരുന്ന ഇങ്ങനെയുള്ള കോളുകളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ദിവസവും 100 കണക്കിന് വരാറുണ്ട്. ഈ ചെറിയൊരു ഭാഗം കേട്ടോ. കുറച്ച് മേടിച്ചു തരുന്ന പറഞ്ഞ ആ ഏജന്റ് ഇപ്പൊ പറയുന്ന ഒട്ടും പറ്റത്തില്ലെന്ന്. ഞാൻ അവിടെ എല്ലാവരെയും മുമ്പ് വെച്ച് ഞാൻ പറഞ്ഞതാ, ഏജന്റ് പറഞ്ഞു തരും, മേടിച്ചു തരാന്ന്. അന്നേരം ഏജന്റ് പറഞ്ഞു ഇല്ല, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലെന്ന്. അച്ഛൻ ജോലിക്ക് പോയി. ഞാൻ അമ്മ വരുമ്പോ വിളിച്ചാ മതിയോ? അപ്പൊ ആ സർട്ടിഫിക്കറ്റും പൈസ എങ്ങനെയെങ്കിലും മേടിച്ചു തരുമോ? കാരണം എന്റെ അമ്മ ഈ കുടുംബശ്രീന്ന് ലോൺ എടുത്താണ് ഈ ഫീസ് അടച്ചത്. ശരിടാ മക്കളെ, കേട്ടോ. അമ്മ വരുമ്പോഴോ അച്ഛൻ വരുമ്പോഴോ വിളിക്കാൻ പറ, കേട്ടോ. മക്കളെ വിഷമിക്കണ്ട, കേട്ടോ. ശരി. കേട്ടല്ലോ, ആ സാധു പെൺകുട്ടിയുടെ രോദനമാണ്. ഇതിന് എന്ത് ചെയ്യണം നിങ്ങൾ പറ. കുട്ടിയുടെ അച്ഛനോ അമ്മയോ വന്നു കഴിയുമ്പോൾ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിക്കും, ഞാൻ ഏജന്റിനെ വിളിക്കും, സർട്ടിഫിക്കറ്റും പൈസയും തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടും. ഈ സംഭാഷണത്തിൽ വാക്ക് തർക്കങ്ങൾ സംഭവിക്കാം. ഒരു പുലഭ്യം, ഒരു ചീത്ത ഇങ്ങോട്ട് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് സംഭവിച്ചിരിക്കുന്നത്. ഒരെണ്ണം ഇങ്ങോട്ട് വന്നാൽ തിരിച്ചു പറയാതെ മൗനമായിട്ട് ഇരിക്കണോ വേണ്ടയോ? ഈ കൊച്ചിന്റെ കാര്യം സാധിക്കാണ്, അല്ലെ എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല. ഇങ്ങനെ ഞാൻ ചീത്ത വിളിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് പലരും വീഡിയോ എടുത്തിട്ട് ഞാൻ വൾഗറായിട്ട് സംസാരിക്കുന്നു, എൻ്റെ വായിന്ന് പുഴുകൾ മാത്രമേ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പരത്തുന്ന. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. നിങ്ങൾ പറ, ഈ കുട്ടിയുടെ കാര്യം ഞാൻ ഇടപെടണോ വേണ്ടയോ? ഇത് എന്ത് തന്നെ ആയാലും ഈ കുട്ടിക്ക് അതിൻ്റെ ആ പാവത്തിൻ്റെ കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്ത് കുടുംബശ്രീ നിന്നൊക്കെ ലോൺ എടുത്ത് പഠനം മുടങ്ങിയ ഒരു കുട്ടിക്ക് സർട്ടിഫിക്കറ്റും പണവും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ചെന്ന് പറയാൻ ഒരു സ്ഥലവും ഇല്ല. പോലീസ് പരാതി പറഞ്ഞാൽ പോലീസുകാർ കേസെടുക്കത്തില്ല. ഇങ്ങനെ സംഭവിക്കുന്നവർ ആരോട് എന്തു പറയും? എന്നോട് പറയാം, ഞാൻ ഏത് മാർഗവും നോക്കും. മനസ്സിലായല്ലോ? അതുകൊണ്ട് ദയവായിട്ട് ഇങ്ങനെയുള്ള ദിവസേന എൻ്റെ സാറേ എൻ്റെ കുട്ടിക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിൽ രണ്ടെണ്ണം പറഞ്ഞാലും ആരും ഒന്നും തോന്നരുതേ. ചുരുളി എന്ന് പറഞ്ഞൊരു സിനിമ നമ്മുടെ കേരള സമൂഹം ഹിറ്റാക്കി വിട്ടതാ. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇതിനൊരു കമൻറ്റ് നിങ്ങളൊന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം, അത് പറഞ്ഞതിന് ശേഷം ഈ കുട്ടിയുടെ കാര്യം ഞാൻ ഇടപെടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഒന്നും തോന്നരുത്.